മുസ്ലിം ലീഗ് ലക്ഷം മാനുഷർ കൂടുന്നിടത്ത് ലക്ഷണമൊത്തവർ ഒന്നോ രണ്ടോ എന്ന് കുഞ്ചൻ നമ്പ്യാർ പാടിയതുപോലെ നമ്മുടെ MLA-മാർ, നമ്മുടെ MP-മാർ രാജ്യത്ത് നാം നേരിടുന്ന നീറുന്ന വിഷയങ്ങളിലൊക്കെ മുൻപന്തിയിലാണ്. പൗരത്വം അതെങ്ങാനും തിരിച്ചായാൽ കെട്ടും ഭാണ്ഡവും പേറി നമ്മൾ ഈ നാട്ടിൽ നിന്ന് കെട്ടുകെട്ടേണ്ടി വരും. പക്ഷെ ഒരു തടയണ പോലെ തടഞ്ഞു നിർത്തിയിരിക്കുന്നു. ആ പരാതി സുപ്രീം കോടതിയിലാണ്. അത് കൊടുത്ത മഹാന്റെ പേര് പാണ്ടിക്കടവത്ത് കുഞ്ഞാപ്പ എന്ന ലീഗിന്റെ അമരക്കാരനാണ്. അത് അനുകൂലമായി കിട്ടിയാൽ അതിൻ്റെ അലാഖൈർ കാരാത്തോടങ്ങാടിയിലോ പാണ്ടിക്കടവത്ത് തറവാട്ടിലോ വേങ്ങര മണ്ഡലത്തിലോ മാത്രം ഒതുങ്ങുന്നതല്ല. മലയാളിക്കും മാത്രമല്ല, മലപ്പുറത്തേർക്കുമല്ല, ആസാമിക്ക്, ബംഗാളിക്ക്, ഗുജറാത്തിക്ക്, മറാഠിക്ക്, ദ്രാവിഡന്, കാശ്മീരിക്ക് മൊത്തത്തിൽ ഖൈറാണ്. അതാണ് ലീഗ്. ഒരു മൂലയിൽ നിന്ന് ഒരു ലീഗുകാരൻ പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ മെച്ചം മൊത്തത്തിൽ കിട്ടുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ചയിൽ എൻ്റെ പ്രിയങ്കരനായ സുഹൃത്ത് കോൺഗ്രസ് നേതാവ് പ്രിയപ്പെട്ട നൗഷാദ് അലി, അദ്ദേഹം പോളിടെക്നിക്കിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഇന്ന് ഞങ്ങൾ രണ്ടുപേരും ഉച്ചയ്ക്ക് കുറേ ഇരുന്ന് സംസാരിച്ചു. അദ്ദേഹം കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ചയിൽ പറഞ്ഞൊരു കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഒരു മുസൽമാൻ എന്ന നിലയിൽ ഞാൻ ആഗ്രഹിച്ചത് മക്ക ഇന്ത്യയിൽ ഉണ്ടാകുകയായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നാണ്. ഇപ്പം ഞാൻ ആഗ്രഹിക്കുന്നത് വരാതിരുന്നത് നന്നായി മക്ക. കാരണം അതിൻ്റെ അടിത്തറ മാന്തോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് നൗഷാദ് അലി പറഞ്ഞു. മനസ്സിലാക്കേണ്ടത് എന്താണ്? നേരത്തെ ഞാൻ കയറി വരുമ്പോൾ ഷാജി പ്രസംഗിച്ചുകൊണ്ടിരുന്നത് എന്താണെന്നറിയോ? ഈ രാഷ്ട്രീയത്തെ വേറൊരു പുറമ്പോക്ക് ഭൂമിയായിട്ട് മാറ്റണ്ട. ഏത് പള്ളി പൂട്ടണം, ഏത് തുറക്കണം എന്ന് തീരുമാനിക്കുന്നത് രാഷ്ട്രീയക്കാരൻ. ഈദ്ഗാഹിൽ നിസ്കാരം വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നവൻ രാഷ്ട്രീയക്കാരൻ. അപ്പോൾ ഒരു നല്ലവൻ അവിടെ കയറിയിരിക്കണം. അതാ ഞാൻ പറഞ്ഞത്, ലക്ഷം മനുഷ്യർ കൂടുന്നിടത്ത് ലക്ഷണമൊത്തവർ ഒന്നോ രണ്ടോ. വെറുതെ പറഞ്ഞല്ല. ഒരു ഈട്ടി, ഒരു ഹാരിസ് മീരാൻ ലീഗായും ലീഗലായും ലീഗ് ഇടപെടുകയാണ്. ബാബരി പതനം നടന്ന മാസമാണ് ഈ ഡിസംബർ 6, ഈ മാസം. ഇനിയൊരു പള്ളി പൊളിക്കാതിരിക്കാനാ നമ്മൾ നയമുണ്ടാക്കിയത്. ബനാത്വാലയായിരുന്നു ശില്പി. ഈ യാദവനാട്ട കുടുംബയോഗങ്ങളിൽ, കുഗ്രാമങ്ങളിലൊക്കെ ബനാത്വാല സാഹിബ് വരുമ്പോൾ വോട്ട് ചെയ്യാനുള്ള കലാ എനിക്കുണ്ടായില്ല. പക്ഷേ നിങ്ങളുടെ വിലയേറിയ സമ്മതിദാന അവകാശം ഐശ്വര്യത്തിൻ്റെ ചിഹ്നമായ കോണി അടയാളത്തിൽ രേഖപ്പെടുത്തി വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ പ്രിയങ്കരനായ സാരഥി ഗുലാം മഹ്മൂദ് ബനാത്വാല ഇതാ ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നു എന്ന് ഇന്ന് യാഹു ഒക്കെ അനൗൺസ് ചെയ്യുന്നത് പോലെ അനൗൺസ് ചെയ്ത് കൊണ്ടുവന്നിരുന്നൊരു കാലം. ആ എൻ്റെ പൊന്നു ബനാത്വാല, അള്ളാഹു അദ്ദേഹത്തിൻ്റെ ദർജ വർദ്ധിപ്പിക്കുമാറാകട്ടെ. 47 ഓഗസ്റ്റ് 15 കട്ട് ഓഫ് ഡേറ്റായി അംഗീകരിച്ച് ഇന്ത്യയിൽ ആരാധനാലയങ്ങൾക്ക് ആധാരമുണ്ടാക്കി. അതിൻ്റെ മെച്ചാണ് മധുര പള്ളിയുടെ ചോദ്യവുമായി കോടതി കയറി വന്നപ്പോൾ മേലിൽ ഈ വർത്താനം പറഞ്ഞ് ഇങ്ങോട്ട് ചവിട്ടരുതെന്നാണ് കോടതി ശാസനം നൽകിയത്. ഇന്നിപ്പോൾ ആ നിയമം തകിടം മറിക്കാൻ പോവുകയാണ്. ലീഗ് കൊണ്ട് എന്തേ കിട്ടിയെന്ന് ചോദിക്കുന്ന മതരംഗത്ത് പോലും ചോദ്യങ്ങളുള്ള കാലമാണ്. വളരെ ഗൗരവത്തിൽ ആലോചിക്കണം. കണ്ണ് പോയാലേ കണ്ണിൻ്റെ വില അറിയൂ. നിയമനിർമ്മാണ സഭയാണ് അവിടെ. എല്ലാവർക്കും പോകാൻ പറ്റൂല, എനിക്കും പോകാൻ പറ്റൂല. തെരഞ്ഞെടുത്താൽ പോകാം, തെരഞ്ഞെടുത്താൽ പോയവർക്കൊക്കെ പറ്റൂല. സമുദായത്തിൻ്റെ ഇസ്സത്തുമായി ഒരു കണക്ഷൻ വേണം, ബന്ധം ഉണ്ടാവണം. ഉലമാ ഉമറാഹുമായുള്ളൊരു ബന്ധം വേണം. അതിൻ്റെ മെച്ചം അന്ന് ബനാത്വാല പറഞ്ഞതിൻ്റെ മെച്ചം ഇന്ന് നാട് അനുഭവിക്കുകയാണ്. ഇവിടെ എല്ലാ പള്ളിത്തർക്കം. പൊന്നാനിയിലെ ഒരു പള്ളിയുടെ അടിത്തറ മാന്തണം എന്ന് പറഞ്ഞ് തിരൂരിലെ ഒരു സംഘപരിവാറുകാരൻ ഫേസ്ബുക്കിലിട്ടു. ഞാൻ പേരൊന്നും പറയുന്നില്ല. എന്താ ഉണ്ടായത്? നിങ്ങൾ ആലോചിക്കണം. നമ്മുടെ തിരുമുറ്റത്താ
വന്ന് തിരുമുറ്റത്തെത്തി. അപ്പൊ ഈ സമയത്ത് ഒരു അമീറിനെ ഇമാമാക്കി നിർത്തിയിട്ട് എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മറന്ന് ഒന്നിച്ച് നിൽക്കലാണ് ബുദ്ധി. ഏതുപോലെ? പൗരത്വ റാലി പോലെ. എന്താ പൗരത്വ റാലിൻ്റെ അന്നത്തെ മഗ്‌രിബിന്റെ സ്ഥിതി എന്നറിയോ? കടപ്പുറത്തൊരു ജമാഅത്ത് നടന്നു അന്ന് മഗ്‌രിബിന്. കടപ്പുറത്ത് അന്നൊരു ജമാഅത്ത് നടന്നു മഗ്‌രിബിന്. ആരൊക്കെ ഉണ്ടായിരുന്നു ആ ജമാഅത്തിൽ? കൂട്ടത്തിൽ ഒരാൾ ഇമാമ് നിന്നു. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇമാമ് നിൽക്കുമ്പോ തൊട്ടു പിന്നിൽ ഹൈദരലി തങ്ങൾ കസേരയിൽ ഇരിക്കുന്ന രംഗം. ഇപ്പുറത്ത് കാന്തപുരം, അതിൻ്റെ തൊട്ടടുത്ത് ജബ്ബാർ മൗലവി, സംസ്ഥാന കേരള ജമിയത്തുൽ ഉലമ. അതിൻ്റെ അടുത്ത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മറ്റൊരു നേതാവ് ഹുസൈൻ മടവൂർ, അബ്ദുള്ള കോയ മദനി, ആരിഫ് അലി, അബ്ദുള്ള കോയ മദനി, MI അബ്ദുൽ അസീസ്, കാഞ്ഞാർ മൂസ മൗലാന. ആ മോഡലിലാവണം ഖിയാമം വരെ. ഒരു സായ പോരാ മഗ്‌രിബ്. എന്താ കാര്യം? തല പോകുന്ന കാര്യം വരുമ്പോൾ തലയുള്ളവരൊക്കെ ഒന്നാകണം. അവിടെ ഈ കഷണ്ടിയാണ്, മറ്റോൻ്റെ വെട്ട് ശരിയായില്ല എന്ന് തർക്കിച്ച് നിൽക്കേണ്ട സമയമല്ല. അത്യന്ത അപകടകരാണ്. അതാണ് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ഈ സമൂഹത്തോട് പറയുന്നത്. അതിലിടയ്ക്ക് ഹുസൈൻ മടവൂർ ഒരു ലേഖനം എഴുതി, ഒന്നാവണമെന്നില്ല, ഒന്നിച്ചിരുന്നാ മതി. അതൊരു കെഞ്ചിപ്പറച്ചിലാണ്. എൻ്റെ 20 റക്അത്ത് തറാവീഹ് അടിയറ വെക്കാതെ, എൻ്റെ സുബഹിയിലെ കുനൂത്ത് നഷ്ടപ്പെടുത്താതെ ഞാൻ എല്ലാവരും മാനിക്കണം. ഒരു ഫുട്ബോൾ ടീം പോലെ. ഫുട്ബോൾ കളിയിൽ എല്ലാ ടീമും ഉണ്ടാവും, എല്ലാ ആൾക്കാരും ഉണ്ടാവും. SDP ഐക്കാരുണ്ടാവും, PDP ഉണ്ടാവും, ലീഗ് ഉണ്ടാവും, യൂത്ത് കോൺഗ്രസ് ഉണ്ടാവും, യൂത്ത് ലീഗ് ഉണ്ടാവും, വെൽഫെയർ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷേ കാവുങ്ങൽ ടൗൺ ടീം എന്ന് പറഞ്ഞ് പോകുമ്പോൾ ലീഗേരൻ SDP ഐക്കാരന് സൈഡിട്ട് കൊടുക്കണം, PDP ക്കാരൻ ഗോളടിക്കണം, എന്നാലേ കാവുങ്ങൽ ടീം ട്രോഫിയുമായി വരുള്ളൂ. അതുപോലെയാ മുസ്ലിം ലീഗ്. ഇതിലെല്ലാവരും ഉണ്ടാവും, ഒന്നിച്ചിരിക്കണം. അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ. ആരാണ് ആരുടെ തറാവീഹിനെ കീഴ്പ്പെടുക? ഞാൻ ലീഗായതുകൊണ്ട് ഞാൻ 8ലേക്ക് ഞാൻ ഒരിക്കലും പോകൂല, എനിക്ക് 20 വലുതാ. 8ഉള്ളവൻ 20ലേക്കും വലിച്ചുകൊണ്ടുവരാൻ കഴിയില്ല, അവൻ അതും വലുതാണ്. ആകത്തുക ലീഗ് എന്താന്ന് മനസ്സിലാക്കിയാൽ പിന്നെ ഇവിടെ ഒന്നുമില്ല. വാട്സപ്പും ഫേസ്ബുക്കൊക്കെ നോക്കുമ്പോൾ സങ്കടം തോന്നുകയാണ്. നമ്മളൊന്ന് മനസ്സിരുത്തിയാൽ അതൊക്കെ കഴിഞ്ഞ് മക്കളെ. മുസ്ലിങ്ങൾക്ക് മാത്രം വോട്ടുള്ളൊരു മണ്ഡലമുണ്ട് ഇന്ത്യയിൽ. മുസ്ലിങ്ങളല്ലാത്ത ഒരൊറ്റ മനുഷ്യൻ ആ വോട്ടർ പട്ടികയില്ല. ഞാൻ ആ പട്ടിക കണ്ട ആളാണ്. ലക്ഷദ്വീപ് ഹംദുല്ല സഈദിന് വേണ്ടി പ്രസംഗിക്കാൻ പോയി. അങ്ങോട്ട് ഫ്ലൈറ്റിൽ പോയി, ഇങ്ങോട്ട് കപ്പലിൽ വന്നു. അഗത്തി ദ്വീപിലിറങ്ങി കവരത്തിയിലും അമിനിയിലൊക്കെ ഇങ്ങനെ നടന്നപ്പോൾ നമ്മളെ പണ്ടത്തെ പാത്തുമുടുത്താത്താനെ കാണണമെങ്കിൽ അവിടെ പോയി നോക്കണം. ആ കോന്തലി മുറുക്കാനും കൈകൊട്ടിപ്പാട്ടും ആ പഴയ നാടൻ ഭാഷ. ഞാൻ പ്രസംഗിക്കുന്നതിലിടയ്ക്ക് ഒരു സൂചി കഥ പറഞ്ഞു, മുല്ലാ നസ്രുദ്ദീൻ്റെ സൂചി കഥ. ചിരിക്കാനുള്ള വകയുണ്ടായിരുന്നു അതിൽ, പക്ഷെ ആരും ചിരിച്ചില്ല. പുതിയവൻ കഴിഞ്ഞപ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞു, നിങ്ങൾ ഇവിടെ വന്നിട്ട് സൂചി എന്നൊന്നും പറഞ്ഞ ആൾക്കാർക്ക് മനസ്സിലാവില്ല, ഇവിടെ ദൂസി എന്ന് പറയണം. എൻ്റെ അമ്മായി പണ്ട് പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. ദൂസി നൂലും എവിടെ വെച്ചു മോനെ? ഓലപ്പുരയിൽ ഇങ്ങനെ കുത്തി വെച്ചിരുന്ന ദൂസി നൂലും അമ്മായി ചോദിച്ചിരുന്നൊരു കഥ. അത്രക്കും പഴഞ്ചൻ തനിനാടൻ. ആ മണ്ണിൽ മുസ്ലിങ്ങൾക്ക് മാത്രം വോട്ട്. അവിടെ BJPയിലേക്ക് ഒരു MP പറഞ്ഞയച്ചു. അത് ശ്രദ്ധിക്കണം. ഞാൻ ചുരുക്കി പറയാണ്. എൻ്റെ മക്കൾ ഇവിടെ വന്ന കുട്ടികൾ പാട്ടുകാർ, ഞാൻ ഇഷ്ടപ്പെടുന്ന പാട്ടുകാരാണ്. അവരെ പാട്ട് 1-2 കേട്ടാണ് ഞാനും പോവുക. കാരണം എനിക്ക് ഏറെ വേണ്ടപ്പെട്ടവരാണ്. കഴിഞ്ഞ ദിവസം ഞാൻ അവരുമായി ഒന്നിച്ച് കണ്ടതാണ്. ഞാൻ വേറൊരു കാര്യം അതിലിടക്ക് പറയാൻ വിട്ടുപോയി. ഹായിദേ മില്ലത്തിനെ കുറിച്ചുള്ളൊരു പുസ്തകം വിൽക്കുന്ന ആ കുട്ടി കോഴിക്കോട്ട് നിന്ന് വന്നതാണ്. ഇനി ട്രെയിനിനാണ് ആ കുട്ടി പോവുക.
അല്ലെങ്കിൽ KSRTCക്ക് പോകും. എല്ലാ പൊതുയോഗത്തിലും വരും. ഇവൻ്റെ ഉപ്പാക്ക് പണി ഇതുപോലെ പുസ്തകം വിറ്റ് CD വിറ്റ് മഈശത്തിൻ്റെ മാർഗം കണ്ടെത്തലായിരുന്നു. റഷീദ് അലി മരണപ്പെട്ടു. അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. ആ കുടുംബത്തിൻ്റെ ഏക പ്രതീക്ഷയാണ് ആ മോന്. നിങ്ങളെടുത്ത് വന്നത് എന്തിനാണെന്നറിയോ? പുസ്തകം വിൽക്കാൻ മാത്രമല്ല, ഉമ്മാനെയും താഴെയുള്ള പങ്ങളെയും നോക്കാനും കൂടിയാണ്. അപ്പോൾ പുസ്തകം ആവശ്യമില്ലെങ്കിൽ പോലും ഒന്ന് വാങ്ങിയിട്ട് ഏതെങ്കിലും മക്കൾക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ട് ആ കുട്ടിയെ വെറും കയ്യോടെ തിരിച്ചയക്കണം. അവൻ നിങ്ങളെ അടുത്തേക്ക് വരുമ്പോൾ നിങ്ങൾ ഈ പുസ്തകം ഒന്ന് വാങ്ങി ആ കുടുംബത്തെ രക്ഷപ്പെടുത്തണം. ഒരു മുസ്ലിം ലീഗുകാരനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. അതിൻ്റെ സംഖ്യ കുട്ടി പറയും, ചെറിയ സംഖ്യയേ ഉള്ളൂ. ഒരു കുടുംബത്തിൻ്റെ ഇന്നത്തെ അരിയിൽ നമ്മുടെ ഒരു നാണയത്തൊട്ട് ഒരു കാരണമാകട്ടെ എന്നാഗ്രഹിക്കുന്നു. ലക്ഷദ്വീപ് മുസ്ലിങ്ങൾക്ക് മാത്രം വോട്ടുള്ള മണ്ഡല. ഡോക്ടർ പൂക്കുഞ്ഞിക്കോയ എന്ന് പറയുന്ന ഒരാളെ നിർത്തിയിട്ട് LK അദ്വാനി വന്ന് പ്രസംഗിച്ചു കൊടുത്തു. നമ്മളെ നാട്ടിൽ നിന്ന് ഒരാൾ പോയി, കാര്യമായ ഒരാൾ പോയി അവിടെ പോയി പ്രസംഗിച്ചു. PM സെയ്ദ് സ്ഥിരമായി ജയിക്കുന്ന മനുഷ്യൻ. നോക്കണങ്ങൾ, പുസ്തകം വേറെ വാങ്ങിക്കോളി, ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ. PM സെയ്ദ് കൈപ്പത്തി ചിഹ്നത്തിൽ സ്ഥിരമായി ജയിക്കുന്ന മണ്ഡലം ലക്ഷദ്വീപ്. ഞാൻ പറയുന്നത് എന്താ അറിയോ? നമ്മളെ എഴുത്തും വാട്സപ്പും പേപ്പറും കാരണമായി BJPക്ക് ഒരു സീറ്റ് പോയാൽ അപകടം ചെയ്യും. ഈ കൊഞ്ചലക്കാണ് മാറും. ഒരൊറ്റ നിമിഷം മതി എന്ന് പറയാൻ വേണ്ടി മാത്രം. പാലക്കാട് ആകെ പ്രതീക്ഷയുള്ളൊരു പഞ്ചായത്ത് പിരായിരി. ഞാൻ ഇന്നലെ വനിതാ ലീഗിൻ്റെ പാലക്കാട് ജില്ലാ ഭാരവാഹിയായ ജമീല ടീച്ചറുടെ വീട്ടിൽ കുട്ടികളോടൊപ്പം ഒരു ഫംഗ്ഷൻ വന്നപ്പോൾ വനിതാ ലീഗുകാരുണ്ടായിരുന്നു. അവർ പാലക്കാട് നടത്തിയ വീടിൽ കയറി ഇറങ്ങി നടത്തിയ പ്രചരണത്തിൻ്റെ വമ്പ് പറഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടുപോയി. പിരായിരി പഞ്ചായത്തിൽ മാത്രം ക്യാമ്പ് ചെയ്തു നമ്മുടെ വനിതാ ലീഗ്. കാരണം എന്താ അറിയാം? മുസ്ലിം ന്യൂനപക്ഷമാണ് അവിടെ കൂടുതൽ. അവിടെ കിട്ടിയില്ലെങ്കിൽ പിന്നെ എവിടെയും കിട്ടൂല. ഷാഫി പറമ്പിൽ പച്ച തൊട്ടത് മറ്റുള്ളിടത്തൊക്കെ പിറകിൽ പോയപ്പോൾ ഈ ഒറ്റ പഞ്ചായത്ത് എണ്ണിയപ്പോഴാണ് മുന്നിൽ ചാടിയത്. ആ പഞ്ചായത്തിലാണ് 2 പേപ്പർ എന്നത് സമുദായത്തിൻ്റെ പേരിൽ. സങ്കടകരം. ഞാൻ തഹജ്ജുദ് നിസ്കരിച്ച് തേടി. ഈ പോക്ക് മാഞ്ഞാളം കൊഞ്ചലാണ്. ഇത് അപകടം ചെയ്യും. മുസ്ലിങ്ങൾക്ക് മാത്രം വോട്ടുള്ള മണ്ഡലത്തിൽ ലക്ഷദ്വീപിൽ BJPക്ക് ഒരാളെ കൊടുത്തു. വേറെ ഒരൊറ്റ ഹിന്ദു ഒരു അമുസ്ലിമിന് വോട്ടില്ല അവിടെ. ശ്രദ്ധിക്കണം. മുഴുവൻ മുസ്ലിങ്ങളുള്ള സ്ഥലത്ത് ആരാ PM സെയ്ദ്? ഒരാൾക്ക് ദീനില്ലെങ്കിൽ സമുദായം വെറുക്കും. ദീന് പോരാ. നീ PM സെയ്ദ് ആരാന്നറിയ? നിങ്ങൾ ഇബാദുർ റഹ്മാനി അല്ലദീന യംശൂന അലൽ അർളി ഹൗന. അള്ളാഹുവിൻ്റെ അടിമകൾ അവൻ്റെ ഭൂമിയിൽ നടക്കുക സോഫ്റ്റായാണ്, കനല്ലാതെ, നിലത്തിന് വേദനാവാതെ നടക്കുന്നതാണ്. ഞാൻ PM സെയ്ദിനെ നേരിട്ട് കാണുകയും ചേളാരി സംസ്ഥാലയത്തിൻ്റെ മുന്നിലെ പ്രസംഗം കേൾക്കുകയും ചെയ്തപ്പോൾ ഈ മനുഷ്യൻ്റെ നാട്ടിലൊന്ന് പോകണമെന്ന് ആഗ്രഹിച്ചു. അദ്ദേഹത്തിൻ്റെ പുത്രന് വേണ്ടി പ്രസംഗിക്കാൻ പോകാൻ അവസരം കിട്ടി. എന്നും മൂപ്പര് ജയിക്കുക. 6-7 തവണ തിരുമൊഴിക്ക് മറുമൊഴിയില്ല എന്ന കണക്ക് എന്നും ജയിക്കുക PM സെയ്ദ്. അവിടെ വേറൊരു കോപ്പിരാട്ടില്ല, ഒരു പിശാച്ചുല്ല അവിടെ. ഏതാ ലക്ഷദ്വീപ്? പാമ്പില്ലാത്ത, തേളില്ലാത്ത, നായയില്ലാത്ത, കാക്കയില്ലാത്ത ആ ലക്ഷദ്വീപിൽ കുറച്ച് കാക്കാമാര് തകടം മറിച്ചു പോയി, കൈവിട്ടു പോയി. ഈ PM സെയ്ദ് ആരാറിയോ? PM സെയ്ദ് തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി PAനോട് ഇഷാർത്താക്കുന്ന മനുഷ്യനാണ്. തഹജ്ജുദിന് സമയമായാൽ ഒരു PA വന്ന് മൂപ്പരെ വിളിക്കണം. ഇല്ലെങ്കിൽ പിറ്റേ ദിവസം മൂപ്പര് ചൂടാവും. പാട്ടുകാർ ഓക്കെ ആയിക്കോട്ടെ, റെഡി ആയിക്കോട്ടെ മക്കൾ. അവർ റെഡിയാകുമ്പോഴത്തേക്ക് ഞാൻ നിർത്താം. എൻ്റെ പ്രസംഗം കേൾക്കാനല്ലാതെ ഞാൻ പറഞ്ഞല്ല, ഞാൻ വേഗം അവസാനിപ്പിക്കാം. കാരണം കാലാവസ്ഥ അങ്ങനെയാണ്. സ്ത്രീകളൊക്കെ പാട്ട് കേൾക്കാൻ വന്നിരിക്കുന്നുണ്ടാവും. 5 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാം. ഞാൻ ഇത് പറഞ്ഞ് അവസാനിപ്പിക്കാം. ചെയറൊക്കെ മാറ്റി അവർ കയറിക്കോട്ടെ, കുഴപ്പമില്ല. PM സെയ്ദ് സ്ഥിരമായി ജയിക്കുന്ന ആളാണ്. അവിടെ LK അദ്വാനി ഒന്ന് പ്രസംഗിച്ചു. നമ്മളെ കൊടുത്തുന്ന ഒരാൾ പോയിട്ട് പറഞ്ഞു, നമ്മളെ സഹോദരിമാരോട് പോയിട്ട് പറഞ്ഞു, PM സെയ്ദ് ഇനിയും ജയിച്ചാൽ നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിങ്ങൾ സമാധാനം പറയേണ്ടി വരും. വിശ്വസിച്ചു.
പാവങ്ങളാണ്, പാവങ്ങളാണ്. ഈ പാവങ്ങളോട് സന്ദീപ് നായർ പണ്ട് ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാണ്ട് എങ്ങാനും ഒരു പേപ്പർ ഇട്ട് എന്താണ്ട് കയറി അപകടം ചെയ്യും. എന്താ അറിയാം, നമ്മൾ ചിന്തിക്കായിട്ടാ. ഞാൻ ആ എണ്ണി തീരുന്ന വരെ വലിയ ബേജാറിലായിരുന്നു. ഇനി ചൊല്ലി പറയാത്ത ഒന്നുമില്ല. ഞാൻ ഹാഫിളാകുകയാണെങ്കിൽ അന്ന് ഹാഫിളാണ്, അങ്ങനെ ഇരുന്ന് ഓതിക്കണം. നിങ്ങൾ ഈ രസമൊക്കെയാണ്. ചില ആൾക്കാർ പറയല്ലോ കോൺഗ്രസ് ഒന്നാണ്ട് തോൽക്കണോ, അതുപോലെ കോൺഗ്രസ് ഒന്നാണ്ട് തോൽക്കണം, ലീഗ് ഒന്നാണ്ട് തോൽക്കണം, അപ്പോഴാ രസം. അപ്പോഴൊന്നല്ല രസം. BJP ഒന്ന് വന്നു നോക്കണം. പണ്ട് ഹോട്ടലിൽ ചോറ് നിന്നതിന് ചെങ്ങായിനോട് ചോദിച്ചല്ലോ രസം വേണ്ടേ. ചെങ്ങായി പറഞ്ഞു രസമൊക്കെ ലാസ്റ്റ് ആയിരുന്നു, ലാസ്റ്റ് പൈസ കൊടുക്കാതെ ഒറ്റ പാച്ചില്ല, അപ്പോഴായിരുന്നു രസം. നിങ്ങൾ വിചാരിക്കണ മാതിരിയല്ല, ഈ കൊഞ്ചലൊക്കാണ്ട് തീരുമായിരുന്നു. അത് എണ്ണി തീരുവോളം ശ്വാസം അടക്കി പിടിച്ചിരിക്കുകയായിരുന്നു. നമുക്കൊരു രസം. വോട്ടിൻ്റെ അന്നാണ് മര്യാദക്കാരാവേണ്ടത്, അല്ലാത്ത ദിവസം മര്യാദക്കാരായിട്ട് കാര്യമില്ല. വോട്ടിൻ്റെ അന്നാണ് മര്യാദക്കാരാവേണ്ടത്. ഇല്ലെങ്കിൽ എല്ലാം പോയിപ്പോവും, അപകടം ചെയ്യും. പിന്നെ CPM അവർക്ക് പിന്നെ അതൊരു രസമാണ്. ചാനൽ ചർച്ചയിലൊക്കെ ഇപ്പോൾ ഇരിക്കുമ്പോൾ നിങ്ങൾ ഈ ഓരോ ദിവസവും ഇങ്ങനെ വെറുതെ, ഇപ്പം നമ്മളൊക്കെ കയ്യിൽ ഈ മൊബൈലുണ്ടല്ലോ, യൂട്യൂബ് ഒന്ന് അടിച്ചു നോക്കി. ഒരു CPM-കാരൻ ഇരിക്കണ ചാനൽ ചർച്ചയിൽ എന്താ പറയണെന്ന് ഓനക്കല്ലാതെ ഒരു മഹ്ലൂക്കിനും തിരിയില്ല. ഇങ്ങനെ വളച്ചൊടിച്ച്, ഞാൻ എൻ്റെ പ്രസംഗത്തിൽ വീണതിന് വീണു എന്നല്ല പറയാ, വലതുകാലിൻ്റെ സ്വാധീന ശക്തി വാനലോകത്തേക്ക് ഉയരുകയും ഇടതുകാലിൻ്റെ സ്വാധീനം ഭൂഗുരുത്വ ആകർഷണ ബലമായി പാതാളത്തിലേക്ക് താഴുകയും അങ്ങനെ ശാരീരിക ഘടനയുടെ സന്തുലിതാവസ്ഥ തെറ്റുകയും ചെയ്യുമ്പോഴുണ്ടാകുന്ന സ്വാഭാവികമായ, അതിനാണ് നമ്മൾ ഇരിക്കക്കുത്തനെ വിൽക്കുക എന്ന് പറയുന്നത്. ഇവിടെ ചങ്ങായിമാരെ ഇവരെ ഭാഷ എന്താന്ന് ഒരാൾക്കും തിരിയില്ല. ഇപ്പോൾ മാർക്സിസ്റ്റുകാരെ ചാനൽ ചർച്ചയിൽ എന്താ അയാൾ പറഞ്ഞതെന്ന് കേട്ടാൽ മലയാളത്തിലാണ് പറയുന്നത്, പക്ഷെ എന്താ അയാൾ ഈ പറയുന്നതെന്ന് അറിയില്ല. ഇന്നിപ്പോൾ നവീൻ ബാബുവിനെ പറ്റി പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ, നവീൻ ബാബുവിനെ പറ്റി ചോദിച്ചതാണ്. അപ്പോൾ പറയാം ദിവ്യ ആ പരീക്ഷ പാസ്സായിട്ടുണ്ട്, ഓൾക്ക് ആ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇന്ത്യയുടെ തലസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ അവിടുത്തെ കഥ ഉണ്ട് പറഞ്ഞു തുടങ്ങും. ആർക്കത് കേൾക്കാൻ നേരം പണിക്ക് പോകണോണ്ടായി ഇനി ഇരിക്കുമോ? ഇവരെ പറ്റി പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന മുമ്പ് ഒരു ഡോക്ടർ ഒരു ചങ്ങായിക്ക് മരുന്ന് എഴുതി ഓന് മെഡിക്കൽ ഷോപ്പിൽ ചെന്നപ്പോൾ അത് നോക്കിയിട്ട് അവിടുത്തെ ചങ്ങായി പറഞ്ഞു ഇത് ഇവിടെ ഇല്ല, ഇവിടെ കിട്ടൂല അറിഞ്ഞു. അയാൾ നേരെ വേറൊരു മെഡിക്കൽ ഷോപ്പിൽ ചെന്നു. അയാൾ പറഞ്ഞു ഇതിവിടെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം ഇതിൻ്റെ പകരം കമ്പനി വേറെ സാധനം ഇറക്കിയിട്ടുണ്ട്, അത് വേണമെങ്കിൽ തരാമെന്ന്. ഈ സാധനമില്ല, കമ്പനി വേറെയാണ്, വേണ്ട അറിഞ്ഞു. വേറൊരു മെഡിക്കൽ ഷോപ്പിൽ ചെന്നു. അയാളത് നോക്കിയിട്ട് പറഞ്ഞു ഇത് സ്റ്റോക്ക് തീർന്നിക്കണ്, അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വരുത്തി തരാം എന്ന് പറഞ്ഞു. ഇപ്പം ഇവിടെ സ്റ്റോക്കില്ല. ചൂടായിട്ട് ഇയാൾ ഡോക്ടറെ അടുത്തേക്ക് എന്നെ തിരിച്ചു ചെന്നിട്ട് പറഞ്ഞു പൊന്നാര ഡോക്ടറെ 3 സ്ഥലത്ത് പോയി, ഓരോരുത്തില്ല, ഓരോരുത്തരുണ്ടായിന്ന്. വേറൊരാൾ പറഞ്ഞു സ്റ്റോക്ക് തീർന്ന്, ഇത് ശരിക്കും എന്താ മരുന്നെന്ന്. അപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് അത് ഞാൻ എൻ്റെ പെന്ന് എഴുതുന്നുണ്ടോ എന്ന് നോക്കിയതാണ്. അയാളോ പെന്ന് എഴുതുന്നുണ്ടോ എന്ന് നോക്കി ഇങ്ങനെ വരച്ചതാ, അല്ലാതെ മരുന്നിൻ്റെ പേരല്ല. CPM-നെ പറ്റി പറയുമ്പോൾ അവസാനം ഇങ്ങനെ കഥ. ഓല് വെറുതെ രസത്തിനൊന്ന് കളിച്ചതാ, അതല്ലാതെ വേറെന്താ ഉള്ളത്? കാര്യങ്ങൾ കൈവിട്ട് പോവുക. പഴയ CPM അല്ല, RSSൻ്റെ ഗ്യാങ് ഉണ്ട് എന്ന് പറഞ്ഞത് പാണക്കാട്ട് തങ്ങളല്ല. മോഡിയെപ്പോലെയാണ് പിണറായി എന്ന് പറഞ്ഞപ്പോൾ ചൂടായി. പാണക്കാട് തങ്ങൾ അങ്ങനെ പറയാൻ പാടില്ല എന്ന് ഇന്ത്യ അഭിപ്രായം തന്നെയാണ്. പാണക്കാട് തങ്ങൾ അങ്ങനെ പറയാൻ പാടില്ല എന്നാണ്. എന്താ കാരണം? മോഡിയെപ്പോലെ എന്നല്ല പറയണ്ടത്, മോഡി തന്നെ എന്നാ പറയണ്ടേ. എന്താ കാരണം? അത് CPI പറഞ്ഞിട്ടുണ്ട്. എന്താ CPI പറഞ്ഞത്? ഇയാൾ മുണ്ടുടുത്ത മോഡിയാണ്. പോക്ക് കണ്ടിട്ടാണ്, ഇയാൾ മുണ്ടുടുത്ത മോഡിയാന്ന്. നിങ്ങൾ നോക്കാൻ ഇതിൻ്റെയൊക്കെ ഏതുണ്ടാക്കി കൊടുക്കുകയാണ്. ഞാൻ ചുരുക്കുകയാണ്. പൗരത്വ റാലി പള്ളിക്കെന്നാണ് പുറപ്പെട്ടത്. എന്താ കാരണം?
ഉസ്താദ് ജുമായക്ക് പറഞ്ഞു ഇന്ന് അസർക്ക് റാലി ഉണ്ട്, പോകണം. അപ്പം അങ്ങനെ റാലി ഉണ്ടാകുമ്പോൾ എന്താ ചെയ്യുക? അമ്പലത്തിൽ നിന്നൊരു പ്രകടനം പോകുമ്പോൾ ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് പറഞ്ഞിട്ടാണ് പോവുക. മദർസിൽ നിന്ന് ഒരു നബിദിനം തുടങ്ങുമ്പോൾ എന്താ ഉണ്ടാവുക? ഖുലൂ തക്ബീർ, അങ്ങനെ ഉണ്ടാവുക. അത് ഓരോരുത്തർക്കുള്ള വിശ്വാസമാണ്. അത് കേട്ടപ്പോൾ അന്ന് കൊടിയേരി പറഞ്ഞു ആ സ്വരം നല്ലതിനല്ല, തീവ്രവാദി കയറിയിട്ടുണ്ട്. ഉടനെ നമ്മളെ ജലീലും പറഞ്ഞു ഓനക്കും പണി അതാണ്, ഇടയിലിങ്ങനെ പോയിരിക്കുക, മടയ്ക്ക് ഇങ്ങനെ നോക്കുക എവിടെ തീവ്രവാദി. ടി.പി. ചന്ദ്രശേഖരനെ കൊല്ലുന്ന അന്നത്തെ ചാനലും ഉണ്ട്. മുസ്ലിം തീവ്രവാദി കേരളത്തിലേക്ക് നുഴഞ്ഞു കയറിയിരിക്കണെന്ന് പറഞ്ഞു. അന്നാണ് മാഷാ അള്ളാ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ വന്നത്. ഇതൊരു ഐഡിയ തന്ത്രമാണ്, നേരത്തെ മെനഞ്ഞുണ്ടാക്കുകയാണ്. അപ്പം എന്താ സംഭവം? ഇവരേതുണ്ടാക്കി കൊടുക്കുക? ഖുലൂ തക്ബീർ എന്ന് പറഞ്ഞതിനെ പിടിച്ചിട്ട് തീവ്രവാദി കയറി എന്ന് പറഞ്ഞു. പാർട്ടി സെക്രട്ടറി പറഞ്ഞോട്ടെ, മുഖ്യമന്ത്രി പറഞ്ഞു CAA NRC റാലിയിൽ ആരുണ്ട്? ഭീകരവാദി ഉണ്ട്. ആരാണത് പറഞ്ഞത്? പിന്നെ മോഡി പാർലമെന്റിൽ പറഞ്ഞു. കേരള കെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ने कहा CAA NRC റാലി മേ ആതങ്കവാദി ഹേ. ആരാ പറയുന്നത്? മോഡി. അവിടുന്ന് ഈ അച്യുതാനന്ദൻ പറഞ്ഞല്ലോ, ഈ മുസ്ലിം ചെറുപ്പക്കാർ ഈ പെൺകുട്ടികളെ ലൈനടിച്ച് അങ്ങനെ കല്യാണം കഴിച്ച് അതിൽ മക്കളുണ്ടായി, പ്രത്യേക പ്രേമം നടിച്ച് അങ്ങനെ വശത്താക്കി കൊണ്ട് പോയി, കുറേ മക്കളും ജനിച്ച് ഒരു 2025, 30, 35 ഒക്കെ ആകുമ്പോഴേക്ക് ഈ കേരള സംസ്ഥാനം ഒരു ഇസ്ലാമിക രാജ്യമായാലും അത്ഭുതപ്പെടാനില്ല. ഇത് കേട്ടേക്ക് ആരാധ ഏറ്റുപിടിച്ചതെന്നറിയോ? യോഗി ആദിത്യനാഥ്. മൂപ്പര് UP സഭയിൽ പറഞ്ഞു, നിയമസഭയിൽ പറഞ്ഞു, കേരള के मार्क्सवादी साम्यवादी मुख्यमंत्री श्री अच्युतानंदन ने कहा എന്ന് പറഞ്ഞിട്ട് അവിടെയും പറഞ്ഞു. ഇപ്പം ഇന്ത്യൻ ഈ ഹിന്ദു പത്രത്തിൽ മലപ്പുറത്താണ് കൂടുതൽ കള്ളക്കടത്തുകാർ, അത് ഭൂരിപക്ഷവും മുസ്ലിങ്ങളാണ് ജലീലും. ഇത് പറയേണ്ട താമസം എക്സ്പ്രസ് പറഞ്ഞപ്പോൾ, ഹിന്ദു പത്രം പറഞ്ഞപ്പോൾ ആരിഫ് ഖാൻ പറഞ്ഞു ഞാൻ ഈ വിവരം ഉടനെ പറയേണ്ടടുത്ത് പറയിക്കും, ബേജാറാവണ്ട, ജാഗ്രത ഉണ്ടായിക്കോളി. ഗുജറാത്ത് കലാപത്തിലെ ജുഡീഷ്യറിയുടെ നോട്ടപ്പുള്ളിയായ ലോക്നാഥ് ബെഹ്റയാണ് പോലീസിൻ്റെ ഇമാമ്. പിണറായി വിജയന് ഈ രംഗത്തെ ഇൽമ ഉപദേശിക്കാൻ സിറാജുന്നീസയെ വെടിവെക്കുമ്പോൾ ഐ വാണ്ട് എ ഡെഡ് ബോഡി മുസ്ലിം ബസ്റ്റാർഡ്സ്, തെമ്മാടിയായ ഒരു മുസ്ലിമിൻ്റെ മയ്യത്ത് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് വയർലെസ്സിൽ പറഞ്ഞ രമൺ ശ്രീവാസ്തവയാണ് പിണറായിക്ക് ആഭ്യന്തര വകുപ്പിൽ വല്ല ഇൽമിൻ്റെ കുറവും വന്ന ഉപദേശം നൽകാനുള്ള ഉസ്താദുൽ അസാത്തീദ്. പേടിക്കണം. അപ്പോഴാണ് നമ്മൾ ഒന്നിച്ച് നിൽക്കേണ്ട സമയത്ത് സന്ദീപ് വാര്യർ വന്നപ്പോൾ ആ സന്ദീപ് വാര്യരുടെ പഴങ്കഥ, ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ കൊല്ലാൻ നടന്നിയ നാളായിരുന്നു. അപ്പോഴാരാ പറഞ്ഞത്? ഉമറേ, അവനാൻ്റെ പെങ്ങൾ ഇതുവരെ മാറിയിട്ടില്ല, മുഹമ്മദിൻ്റെ ആൾ, ആദ്യോളം നേരാക്ക്, എന്നിട്ടാ മുഹമ്മദിനെ നന്നാക്കുക. നേരെ പെങ്ങളെടുത്ത് കണ്ടി ചെല്ലുമ്പോൾ ത്വാഹ മാ അൻസൽന സൂറത്ത് ഇങ്ങനെ ഓതുകയാണ്. അത് കേട്ടപ്പോൾ വാളൊക്കെ താന്ന് ഖുർആനിൽ ലയിച്ച്, മോളെ ഇപ്പം ഓതിയുന്ന സാധനം എനിക്കൊന്ന് തരുമോ? ലാ യമുസ്സുഹു ഇല്ലൽ മുത്വഹറൂൻ, ശുദ്ധിയാക്കാതെ തൊടാൻ പറ്റൂല, ആന്തരിക ശുദ്ധി വേണം, അതിന് ഞാൻ എടുക്കാൻ പോണ്ട്. ഒന്നുമല്ല, ഇതുവരെ കൊല്ലാൻ നടന്നിരുന്ന ആള് അള്ളാഹിൻ്റെ റസൂലാന്നൊന്ന് പറഞ്ഞാൽ മതി. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. അത് ഞാൻ ഇവിടെ ദാറുൽ അർക്കമിൽ ചെന്ന് വാതിൽ മുട്ടുമ്പോൾ മുത്ത് നബിയോട് സഹാബാക്കൾ പിടിച്ചിട്ട് പറയാണ്, തുറക്കണ്ട നബിയെ, ഇന്നലെ വരെ വാളേറ്റ് നിങ്ങളെ കൊല്ലാൻ വന്നോ? വാതിൽ ഉറക്കാൻ പറയുമ്പോൾ തുറക്ക, എന്ത് പൊട്ടത്തരാ, എന്താ മുത്ത് നബി പറഞ്ഞതെന്നറിയാം. എപ്പോൾ ഉമർ വന്നത് എന്തിനാന്ന് ഞാൻ അറിയട്ടെ. വാതിലുണ്ട്, തുറന്നേക്കാ, വാളവിടെ നിലത്തിട്ടിട്ട് കെട്ടിണ്ട് പിടിച്ചിട്ടല്ലേ ഷഹാദത്ത് എല്ലിയത്. ഇതാണ് ദീന്. വാട്സപ്പും ഈ പേപ്പറൊക്കെ അന്നില്ല, ഞാൻ നന്നായി. അല്ലെങ്കിൽ ഉമറിൻ്റെ പഴയ ക്ലിപ്പിട്ട് കാണിക്കും. എന്നിട്ട് പറയണ്ട, ഈ ഉമർ എങ്ങനെ ദീൻ വിശ്വസിക്കുക, ഈ ഉമർ ഇങ്ങനെയല്ലേ വരുന്ന്. അള്ള കാക്കട്ടെ, തലച്ചോറ് എന്ന് പറഞ്ഞ എട്ടൂരട്ടത്തുമില്ലാതെ പോയി. എല്ലാറ്റിനും കുറ്റം മുസ്ലിം ലീഗിന്. ലീഗ് മാസപ്പിറവി തർക്കം വരുമ്പോൾ ഓടി വരിക, മഹല്ലത്തിൽ വിഷയം വരുമ്പോൾ ഓടി വരിക, കോളേജും അറബി കോളേജും മറ്റൊക്കെ തർക്കം വരുമ്പോൾ ഓടി വരിക. നമുക്ക് പണി എന്താ? കാറ് വിൽക്കുക, ഫാറൂഖ് കോളേജ് തുടങ്ങുക.
പിരിക്കുക, തൊപ്പി നീട്ടിക്കാട്ടുക, കരുണയുള്ള കരുണാകരൻ്റെ കരുണ പ്രതീക്ഷിക്കുന്നു, വാങ്ങുക. ഇങ്ങനെ ഉണ്ടാക്കിയ ഈ പൊന്ന് കാക്ക കൊത്തി കൊണ്ടുപോകാൻ പാടില്ല. നമ്മളൊക്കെ പാടെ വിചാരിച്ചാൽ ലക്ഷദ്വീപ് പൊന്നാനിയിലും വരും. അപ്പോൾ സമാധാനമായിട്ട് ഇങ്ങനെ തീർത്താലേ കൂടി ഇങ്ങനെ പോകുമ്പോഴാണ് ഒരു തന്തപ്പൊടി വന്നിട്ട് പറഞ്ഞു, മോനെ ഒരു മിനിറ്റ്, എൻ്റെ കുട്ടീനോടൊരു കാര്യം പറയാൻ. നോമ്പല്ലേ? ആ നോമ്പാണ്, അതുകൊണ്ട് വെള്ളമൊന്നും കുടിക്കാൻ പറ്റില്ലല്ലോ. അത് വേണ്ട. അപ്പോൾ ഇന്ന് എത്ര യോഗം ഉണ്ടായി? ഞങ്ങളിപ്പോൾ 3ാമത്തെ പ്രസംഗം കഴിഞ്ഞ് വരികയെന്ന് സമാധാനി പറഞ്ഞു. ഇങ്ങനെ മോനെ ബേജാറാണ്. എന്തിനാ ബേജാറ്? പറഞ്ഞിങ്ങനെ പിന്നെ സദറും മുദരിസൊക്കെ നേരെ വേറെ ആ കോലത്തിൽ ചിന്തിക്കണ്ടോ എന്നൊക്കെ ഒരു പേടി നല്ലപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ മേൽശാന്തിയും കീഴ്ശാന്തിയും വേറെ വൈക്കക്കൂടി വന്നോളൂ എന്ന് പറഞ്ഞു. അള്ളാഹു കണ്ടില്ലേ, എണ്ണിയപ്പോൾ അതിങ്ങനെ അതിൻ്റെ മട്ടത്തിലാണ്ടാക്കി തീർത്തു. ഈ അപകടം കേരളത്തിലുണ്ട് എന്ന് പറയാൻ അതാ ആ കൂടാരത്തിൽ നിന്ന് ഒരാൾ വന്നിരിക്കുന്നു. അൻവർ വരിക മാത്രല്ല, അൻവർ മജീദ് ഗുരുക്കൾ തൈലം വെക്കാൻ നടക്കണ അരിയാ നടക്കണ്. ഒരങ്ങാടി നിന്നിട്ടല്ല അൻവർ പറയുന്നത്, കണ്ട അങ്ങാടി 4 ആൾ കൂടിയുള്ളൂ. അങ്ങനെയുള്ള മജീദ് ഗുരുക്കൾ ഒടിവ്, ചതവ്, താല്പര്യമില്ലായ്മ, ഉന്മേഷക്കുറവ് എന്ന് പറയുമ്പോൾ അപ്പണ്ട് കൂടും ആൾക്കാർ. അതിലിങ്ങനെ ചെറിയ പ്രശ്നമുള്ള ഒരു കാലൊക്കെ നീട്ടിക്കൊടുക്കുമ്പോൾ ഇപ്പം എങ്ങനെയുണ്ട്? കൂത്തുപറമ്പ് എന്നാണ് കാലുവേദന ഉള്ളവരൊക്കെ വന്നത്. കൂത്തുപറമ്പ് എന്നൊക്കെ ആൾ വന്നെന്ന് കേട്ടപ്പോൾ എൻ്റെ പെടുന്ന ഒരു ജന്തു കൊണ്ട് പറയും. നിങ്ങളറിയോ അത്? അൻവറാ പറഞ്ഞത്. പോലീസിൻ്റെ ഗ്യാങ്, RSSൻ്റെ ഗ്യാങ് പോക്ക് ശരിയല്ല. കൂടാരത്തിലുള്ളവർ പറയണ്. ആരാഞ്ഞ് പറയാത്തത്? CPI പറഞ്ഞു. CPM-ൻ്റെ സമ്മേളനങ്ങളിലൊക്കെ അതാ ചർച്ച. SSFൻ്റെ റിസാല മാസിക ഈ പ്രാവശ്യം ഇറങ്ങിയത് ഒരു 3 മാസം മുമ്പ് ഇലക്ഷൻ സമയത്ത് എൻ്റെ കയ്യിലുണ്ട്. CPM ഇത് നിങ്ങളുടെ ലാസ്റ്റ് ബസ്സാണ്. പറയേണ്ടവരൊക്കെ പറയുന്നുണ്ട്. നമ്മളായിട്ട് പുറംതിരിഞ്ഞ് നിൽക്കാൻ പാടില്ല. ഒന്നിച്ചൊറ്റക്കെട്ടായി നിന്നാൽ അത്ഭുതം ഇനിയും ഉണ്ടാക്കാം. അല്ല, നമ്മളൊന്ന് വിചാരിച്ചാൽ നമുക്ക് ഒന്നായിട്ട് മുങ്ങാം. ലീഗായിട്ടൊരു മുങ്ങലുണ്ടാവില്ല, എല്ലാവർക്കും മുങ്ങാം. ആ ഗൗരവം മനസ്സിലാക്കി മുസ്ലിം ലീഗിൻ്റെ പൊന്നാപുരം കോട്ട എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ പ്രദേശത്ത് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാനൊന്നും വിശദമായി പറയുന്നില്ല. മക്കളെ പാട്ട് കേൾക്കണം. നിങ്ങളെല്ലാവരും എന്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായാലും സ്ഥാനാർത്ഥി പഞ്ചായത്തിൽ ആരാന്ന് പാണക്കാട്ട തങ്ങൾ തീരുമാനിച്ചാൽ വോട്ട് പെട്ടിയിലുണ്ടാവണം. അന്നത്തെ ലീഗരെ നിങ്ങളെ ആവശ്യം ലീഗിന് ജയിച്ചിട്ടുള്ള ജാഥയിലല്ല, സമ്മേളനത്തിലല്ല, വോട്ടിൻ്റെ അന്നാണ്. ഒരിക്കലും കൈ പിഴക്കരുത്. നന്മയോടുകൂടി മുന്നോട്ട് പോവുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ MSF മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നമ്മുടെ ഈ 13ാം വാർഡ് മണ്ഡലത്തിൽ തന്നെ 2ാം സ്ഥാനത്താണ്. അപ്പോൾ ആ കുട്ടികൾക്ക് ഒരുപാട് കുട്ടികൾ അവരുടെ അധ്വാന പ്രകാരമാണ് 1600 മെമ്പർഷിപ്പ് വരെ ഈ വാർഡിൽ നിന്ന് ചേർത്തിട്ടുണ്ട്. ആ കുട്ടികളെ ഒരു മൊമെൻറ്റോ കൊടുത്ത് ആദരിക്കുകയാണ്. അതിനുവേണ്ടി സിദ്ദീഖ് അലിയെ ക്ഷണിച്ചുകൊള്ളുന്നു.